നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. 1964 മുതൽ എല്ലാ വർഷവും നവംബർ 14 ഇന്ത്യൻ ശിശുദിനമായി ആചരിക്കുന്നു. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. അദ്ദേഹത്തിന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളുടെ അവകാശം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്. MS-ലെ ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്ന ശിശുദിന സന്ദേശവുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. കുട്ടികളുടെ പുഞ്ചിരിയിലും ഭൂമി അതിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു. ഈ പ്രത്യേക ദിനത്തിൽ എല്ലാ കുട്ടികൾക്കും ഊഷ്മളമായ ആശംസകൾ, ശിശുദിനാശംസകൾ. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള കാലഘട്ടം അവരുടെ കുട്ടിക്കാലമാണ്. ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും ശിശുദിനാശംസകൾ. പരിധിയില്ലാത്ത വിനോദത്തോടെ ഈ ദിവസം ചെലവഴിക്കും. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം ഒരു കുട്ടിയുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയാണ്. എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. കുട്ടികളിലെ പുഞ്ചിരിയിലെ നിഷ്കളങ്കതയും ഹൃദയത്തിൻ്റെ വിശുദ്ധിയും എന്നേക്കുമായി നിലനിൽക്കട്ടെ. എല്ലാ കുട്ടികൾക്കും സന്തോഷകരമായ ശിശുദിനം ആശംസിക്കുന്നു. കുട്ടികളെ സ്വർഗത്തിൽ നിന്നുള്ള പൂക്കൾ എന്നും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവ എന്നും വിളിക്കുന്നു. ആയതിനാൽ ഈ ഭൂമിയെ കുട്ടികൾക്ക് സന്തോഷകരവും മികച്ചതുമായി മാറ്റാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഏവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. അവർ സൂക്ഷിക്കുന്ന നിഷ്കളങ്കത അവരുടെ ശുദ്ധമായ ഹൃദയത്തിൽ എന്നെന്നും നിലനിർത്തുകയും അവരിൽ ഓരോരുത്തർക്കും ഏറ്റവും മികച്ചത് പുറത്തെടുക്കുകയും ചെയ്യട്ടെ. ആഘോഷിക്കുന്ന എല്ലാവർക്കും ശിശുദിനാശംസകൾ. നമസ്കാരം. ഇന്ന് നവംബർ 14 നമ്മുടെ ജവഹർ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. നമ്മൾ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചിന്തിപ്പിക്കണം എന്നതിനേക്കാൾ എങ്ങനെ ചിന്തിപ്പിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക. നിങ്ങൾ എങ്ങനെ വിട്ടു നടന്നുവോ ആ രീതിയിൽ പൂക്കും. കുട്ടികളോട് ദയ കാണിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ വചനമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. ഈ പ്രത്യേക ദിനത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ വിശുദ്ധിയും നിഷ്കളങ്കതയും ആഘോഷിക്കാം. അവർ നമ്മുടെ ഭാവിയായതിനാൽ നമുക്ക് കഴിയുന്ന എല്ലാ വിധത്തിലും അവർ നമുക്ക് വിലപ്പെട്ടതാവട്ടെ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. കുട്ടികളില്ലായിരുന്നുവെങ്കിൽ ലോകം സൂര്യപ്രകാശവും ചിരിയും സ്നേഹവും ഇല്ലാത്തതായിരിക്കും. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നാം അവരെ സംരക്ഷിക്കുകയും നയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. കാരണം അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. പണം കൊടുത്ത് സന്തോഷം വാങ്ങാൻ കഴിയുന്നതിന് എല്ലാ പണം ഉപയോഗിച്ച് എല്ലാവരും ബാല്യത്തിലേക്ക് മടങ്ങും. എല്ലാ കുട്ടികളെയും പോലെ കുട്ടിക്കാലം ഗംഭീരമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ.